കാട്ടിത്തെ കിളിക്കൊള്ളിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുധീഷിനാണെങ്കിൽ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളെ സുധീഷാണെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചിട്ടാണെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് നമ്മളെ പോലീസുകാരൊക്കെ നമ്മളെ സുധീഷിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുധീഷിന് കുറച്ച് നാളത്തേക്ക് വണ്ടി ഓടിക്കരുതെന്നൊക്കെ പറഞ്ഞ് ലൈസൻസൊക്കെ സുധീഷിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ തോമസ് ചേട്ടനെ പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നേരെ ട്രാവൽസിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷ് കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ സുധീഷിൻ്റെ കസ്റ്റമേഴ്സൊക്കെ വേറെ ഓരോ ഡ്രൈവർമാരെ കൂടെയൊക്കെ പോകുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര വിഷമമൊക്കെ വരുന്നത്. അങ്ങനെ അവിടുത്തെ ട്രാവൽസിലൊരു ജോലിക്കാരനാണെങ്കിൽ നമ്മൾ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത്, നിനക്കാണെങ്കിൽ ഇവിടെ ഇപ്പം ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ വേറെ ആൾ ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പം സുധീഷിന് ഇങ്ങോട്ട് ജോലി ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് സുധീഷിൻ്റെ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി, അങ്ങനെ പോലീസുകാരാണെങ്കിൽ പിന്നെ ലൈസൻസൊക്കെ വാങ്ങിച്ചു വെച്ചെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, ഞാനാണെങ്കിൽ ഇവിടെ ജോലിക്ക് ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുമല്ലോ, ഞാനിപ്പോൾ വന്നത് തോമസ് ചേട്ടനെ കാണാനാണെന്നും പറഞ്ഞിട്ട് നമ്മളെ സുധീഷാണെങ്കിൽ നേരെ കയറി തോമസ് ചേട്ടനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ കയറി തോമസ് ചേട്ടനെ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ തോമസ് ചേട്ടൻ പറയുന്നുണ്ട്, സുധീഷ് എന്തായാലും ഒരു മാസത്തേക്ക് ഒന്നും നടക്കത്തില്ല, നിനക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നേരെ വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഹരീഷാണെങ്കിലും സുഭാഷേട്ടനും എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിലും ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഭാസ്കരൻ വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ കളിയാക്കാൻ നടക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് നീ ഫുഡൊന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, നിനക്കെന്ത് ഇപ്പോൾ ആരും വണ്ടി ഓടിക്കാനൊന്നും തരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ വണ്ടി ഓടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് അവർ വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ അത് കേൾക്കാതെ നീ വണ്ടി ഓടിക്കാൻ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ മറ്റൊരൊന്നും മിണ്ടാതെയൊക്കെ ഇരിക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ ഭാസ്കരൻ പറയുന്നുണ്ട്, അപ്പം അവർക്കും നിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം കാണത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ എരുതിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ വെച്ചാൽ എങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതെന്നൊക്കെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എനിക്ക് കാണുന്ന കാഴ്ച ഞാൻ പറയണ്ടേ, എനിക്കെന്ത് കണ്ണ് കെട്ടി ഇവിടെ ഇരിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഭാസ്കരൻ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും എന്നെ ഒഴിവാക്കിയ കണക്ക് അവർ നിന്നെ ഒഴിവാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുറത്ത് ഇവിടെ ആണെങ്കിൽ ഒരു സൈഡിൽ ഞാനാണെങ്കിൽ കട്ടിലൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട്, അപ്പുറത്തെ ഒരു സൈഡ് നിനക്കും കട്ടിലിട്ട് കിടക്കാമെന്നൊക്കെ നമ്മൾ പിന്നെ ഭാസ്കരനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് ചിന്തിക്കുന്നുണ്ട്, പുറത്ത് പോയിട്ട് സമാധാനം ഇല്ലാതെ ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് വീടിനകത്തോട്ട് വന്ന് കയറിയത്, ഇവിടെ ഇപ്പോൾ എനിക്ക് സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ അകത്തോട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവർ സന്തോഷമായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സുധീഷ് ഇറങ്ങി പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷ് നേരെ പോകുന്നത് ബാറിലാണ്. നമ്മൾ സുധീഷാണെങ്കിൽ ബാറിൽ വെച്ചിട്ടാണെങ്കിൽ തോമസ് ചേട്ടനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോമസ് ചേട്ടൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ മനസ്സിലെ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നിധിയെ കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടന്നത് അവളൊരു അഭിനയമാണെന്നും അതുപോലെ നിധിക്കാണെങ്കിൽ അവളെ വീട്ടിൽ ഉറപ്പിച്ച കല്യാണം അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ആണെങ്കിലും നമ്മൾ സുധീഷാണെങ്കിൽ നമ്മൾ തോമസ് ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തോമസ് ഏട്ടൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പം അവളെ കല്യാണം കഴിച്ചല്ലേ, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നീയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് അങ്ങ് ജീവിക്കാനൊക്കെ പറയുന്നുണ്ട്. സമയത്താണ് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അതെങ്ങനെ തോമസ് ഏട്ടൻ, അവളാണെങ്കിൽ എൻ്റെ ഭർത്താവായിട്ട് കാണുന്നതൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ തോമസ് ഏട്ടൻ പറയുന്നുണ്ട്, അവിടെയാണ് നിനക്ക് തെറ്റ് പറ്റിയത്, പെണ്ണുങ്ങളാണെങ്കിൽ അവരെ മനസ്സിലുള്ളതൊന്നും അവർ നമ്മളത് തുറന്ന് പറയത്തില്ല, നമ്മളായിട്ടത് മനസ്സിലാക്കി പെരുമാറണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ തോമസ് ഏട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെ അന്ന് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച സമയത്ത് നിധി അവിടെ നിന്ന് എത്രമാത്രം സങ്കടപ്പെട്ടതെന്നൊക്കെ ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ അധികാരം നീ കാണിക്കണം, അതുകൊണ്ട് തന്നെ ഇപ്പം ഈ അധികാരത്തോടെ സംസാരിക്കുന്ന ഭർത്താവിനെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ തോമസ് ഏട്ടൻ്റെ വാക്കൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മൾ സുധീഷ് നേരെ കുടിച്ച് ഫിറ്റായിട്ട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. കളിക്കൂടിലേക്ക് പോയിട്ടാണ് നിധിയുടെ റൂമിൽ കയറിയിട്ടാണെങ്കിൽ കഥവ് കുറ്റിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറ്റിയിട്ടാണെങ്കിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ ആയിട്ട് കിടക്കുവാണേ. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ നേരെ ചെന്ന് നിധി കിടക്കുന്ന കട്ടിലിൽ അങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിധിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇയാൾ എന്തോ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സുധീഷിൻ്റെ അടുത്ത്. എന്നിട്ട് നമ്മൾ നിധിയാണെങ്കിൽ ആകെ പേടിച്ച് വിയർത്തിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സുധീഷിൻ്റെ അടുത്തൊക്കെ ദേഷിക്കുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് റൂമിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നത്,
പറയുന്നുണ്ട്, ഞാൻ റൂമിൽ നിന്ന് പോകത്തില്ല, ഞാൻ നിൻ്റെ ഭർത്താവാണ്, ഞാനാണെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ ഇവിടെ നിൻ്റെ കൂടെ തന്നെ ഇവിടെ കിടക്കത്തുള്ളൂ, എന്നെ ഇനി കിട്ടത്തില്ല പുറത്ത് കിടക്കാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ ലേറ്റൊക്കെ ഇട്ടിട്ടാണെങ്കിലും വീണ്ടും നമ്മൾ സുധീഷിൻ്റെ ആണെങ്കിൽ വഴക്കൊക്കെ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്ന സമയത്തും നമ്മൾ സുധീഷാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെ നിധി പറയുന്നുണ്ട്, ശരി എന്നാൽ ഇയാൾ ഇവിടെ കിടന്നോ, ഞാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ നിധി ഇറങ്ങി പോകാൻ നേരത്ത് നമ്മളെ സുധീഷാണെങ്കിലും നമ്മളെ നിധിയെ വിടത്തില്ല കേട്ടോ. അങ്ങനെ കഥവൊക്കെ തുറക്കാനൊന്നും സമ്മതിക്കത്തില്ല. നമ്മളെ നിധിയാണെങ്കിൽ കരഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ സുഭാഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തിനാ അയാളെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ നിധിയാണെങ്കിൽ വീണ്ടും അടുത്താണെങ്കിൽ കരഞ്ഞ് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടനെ വിളിക്കുന്നൊക്കെ പറയുമ്പോഴും നമ്മളെ സുധീഷാണെങ്കിൽ അതിനൊന്നും വഴങ്ങുന്നതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിധിയുടെ കരച്ചിൽ കേട്ടിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷ് ആണെങ്കിൽ എഴുന്നേൽക്കൊക്കെ ചെയ്യുന്നുണ്ട്. എണീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ ഹരീഷിനെയും നികേഷിനെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ടാണെങ്കിൽ ആ വാതിലിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി വിളിച്ചിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ പിന്നെ സുധീഷിൻ്റെ അടുത്ത് വാതിൽ തുറക്കാൻ പറ, സുധീഷാണെങ്കിൽ ഇവിടെ അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ നീ എന്താ ചെയ്യുന്നത്, നീ കഥവ് തുറക്കാനൊക്കെ പറയുമ്പോഴും നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പോയി കിടന്നുറങ്ങിക്കോ, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ സുധീഷിൻ്റെ അടുത്ത് പറ സുഭാഷ് ചേട്ടാ വാതിൽ തുറക്കാനെന്നൊക്കെ നമ്മളെ നിധി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബഹളമൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മളെ ഭാസ്കരനാണെങ്കിലും എഴുന്നേറ്റൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിലും നമ്മളെ നിധിയാണെങ്കിൽ സുധീഷിനെ തള്ളി മാറ്റിയിട്ടാണെങ്കിൽ കതവ് തുറന്നിട്ട് പുറത്തിറങ്ങി പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷ് ആണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളെ സുധീഷിൻ്റെ അടുത്തും നമ്മളെ സുഭാഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുധീഷ് പറയുന്നുണ്ട്, ഇവിടെ എൻ്റെ ഭാര്യയാണ്, ഇവിടെ എൻ്റെ കൂടെ ഇവിടെ കിടന്നാൽ മതി, ഇനി തൊട്ട് ഞാൻ പുറത്ത് കിടക്കത്തില്ല, ഞാൻ ഇവിടെ അകത്തേക്ക് കിടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, സുധീഷാണെങ്കിൽ അകത്ത് വന്നപ്പോൾ തൊട്ട് ഇത് തന്നെ സുഭാഷ് ചേട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷിൻ്റെ ആണെങ്കിൽ നമ്മൾ സുഭാഷിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഒരു എന്തുവാടെ സ്വന്തം ഭാര്യ അടുത്താണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ സുധീഷിൻ്റെ ചെവിക്കുറ്റിയൊക്കെ ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ കിടക്കത്തുള്ളൂ, ഇവിടെ എൻ്റെ ഭാര്യയാണ്, ഞാൻ ഇവിടെ തന്നെ കിടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ സുഭാഷാണെങ്കിൽ വീണ്ടും സഹിക്കാൻ വയ്യാതെ നമ്മൾ സുധീഷിൻ്റെ ചെവിക്കുറ്റിയൊക്കെ വീണ്ടും അടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷിനെ ആണെങ്കിലും സഹി കേട്ടിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ നേരെ അടിക്കാനൊക്കെ കൈ ഊങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവരും ആണെങ്കിൽ സ്തംഭിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയാണ് ഇവളെ എൻ്റെ ഭാര്യയാണെങ്കിൽ ഇവളെ കൂടെ തന്നെ ഞാൻ ഇനി എല്ലാ രാത്രികളിലും ഇവളെ കൂടെ തന്നെ ഞാൻ കിടക്കും, ശരീരവും മനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ പങ്കിടും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ നമ്മൾ സുധീഷൊക്കെ ആണെങ്കിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പേരിന് വേണ്ടിയാണെങ്കിൽ എനിക്കൊരു ഭാര്യയെ വേണ്ട, പിന്നെ എന്തിനാ ഇവിടെ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഇങ്ങനെ തോമസ് ഏട്ടൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ഐഡിയയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷിനാണെങ്കിൽ തല്ലാൻ വേണ്ടിയൊക്കെ പോയപ്പോഴത്തേക്കാണെങ്കിൽ എല്ലാവർക്കും ആണെങ്കിൽ ഒരു ഷോക്കും ടെൻഷനൊക്കെ ആയിപ്പോൾ. ആ സമയത്ത് നമ്മൾ നികേഷാണെങ്കിൽ സുധീഷിൻ്റെ നേരെയൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇയാൾ എന്തോ കാണിക്കുന്നത്, നിന്നെ ഇത്രയും വളർത്തിയ ആളാക്കിയ ആളുടെ സുഭാഷ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ മദ്യലഹരിയിലാണെങ്കിൽ അവിടെ അലറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്നുണ്ട്, സമയത്താണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, പക്ഷേ അതൊക്കെ കറക്റ്റായ കാര്യങ്ങളാണ്, പക്ഷേ ഇവിടെ എൻ്റെ ബെഡ്റൂമിലാണെങ്കിൽ അധികാരവും കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ്, അതിന് വേറൊരു ആളെ ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്. സമയത്ത് നമ്മൾ സുഭാഷിനെ നേരെ കൈവൊക്കെ സുധീഷിനെയും പിന്നെ അവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ സങ്കടപ്പെട്ടത് തളർന്നാണെങ്കിൽ അവിടെ കട്ടിലിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിലും ഇതിനൊക്കെ സങ്കടം സഹിക്കാൻ വയ്യാതെ കണ്ണീരൊക്കെ ഒളിപ്പിച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് അത്രയ്ക്കും നിധിയെ ഇഷ്ടമാണെങ്കിൽ നീ നിധിയെടുത്ത് സ്നേഹത്തോടെ വേണ്ട കാര്യങ്ങൾ പറയാൻ, അല്ലാതെ ഇങ്ങനെ നിധിയെ പേടിപ്പിക്കുകയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഭാസ്കരനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ടാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു പുച്ഛഭാവത്തിലൊക്കെ നമ്മൾ ഭാസ്കരൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല ഈ വീട്ടിൻ്റെ ഐശ്വര്യം എല്ലാം പോയെന്നൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ വീട്ടിൽ എന്നും അടിയും വഴക്കൊക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഭാസ്കരനും പറയുന്നുണ്ട്. ഭാസ്കരൻ്റെ വാക്ക് കേട്ടിട്ടാണെങ്കിൽ നമ്മൾ സുധീഷിനാണെങ്കിൽ ദേഷ്യം വന്നിട്ടാണെങ്കിൽ സുധീഷാണെങ്കിൽ ആ ഇരുട്ടത്ത് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കയ്യിൽ ലൈസൻസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സുധീഷ് ഓർക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ ബൈക്ക് എടുത്തിട്ടാണെങ്കിൽ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ വീട്ടിലെല്ലാവരും പേടിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ നമ്മൾ നിധിയൊക്കെ ആണെങ്കിൽ ഉറങ്ങാതിരിക്കുകയാണ്. അങ്ങനെ അവർ ഉറങ്ങാതിരുന്ന് നേരം വെളുപ്പിച്ചിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷും അതുപോലെ നികേഷും എല്ലാവരും ആണെങ്കിൽ നമ്മൾ സുധീഷിനെ അന്വേഷിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും ആർക്കും ഒരു വിവരവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. അങ്ങനെ വൈകിട്ടായ സമയത്താണെങ്കിൽ നമ്മൾ തോമസ് ചേട്ടനാണെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട്, ഇതെനിക്ക് സുധീഷാണെങ്കിൽ നിയന്ത്രണം വിട്ടാണെങ്കിൽ പോയി ഒരു ബൈക്ക് മറിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് ഇപ്പം ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ നമ്മൾ സുഭാഷിനെ കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ സുഭാഷിൻ്റെ ആണെങ്കിൽ കൈ പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷ് ചേട്ടാ എൻ്റെ അടുത്ത് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട്, ആരൊക്കെ പറഞ്ഞു തന്ന ഇത് വെച്ചിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് ഓരോന്ന് കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷാണെങ്കിൽ കൈ വെച്ച് നമ്മൾ സുധീഷിൻ്റെ തലയിലൊക്കെ തടവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ
പോട്ടെടാ കുഴപ്പമില്ല നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിലും അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സുധീഷിനാണെങ്കിൽ നിധിയെടുത്ത് നോക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ മുഖം താഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ നിധിയാണെങ്കിലും സുധീഷ് പറയുന്നുണ്ട്, നിധി സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തന്നെ എനിക്ക് വിഷമിപ്പിക്കണം ഒട്ടും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ പറയുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, സുധീഷ് ഭർത്താവ് എന്ന് പറയുന്നത് നമുക്ക് അധികാരം കാണിക്കുന്ന ഒരാളല്ല, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ആ വിശ്വാസം സുധീഷിന് എനിക്ക് തരാൻ പറ്റുമോ എന്നൊക്കെ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാനുള്ള എപ്പിസോഡൊക്കെ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.